ഒറ്റ പോലെ ഒറ്റിക്കള്ളൻ മുത്തി നിന്നെ കാട്ടിയപ്പോ ഉത്തമനാം നിന്നെ നീചർ പിടിച്ചോ പുത്ര. കുര്യാക്കോസേ, ഞാൻ ഒരുങ്ങുകയാണ് അമ്മച്ചി. ഒരു കണക്കിന് പറഞ്ഞ അന്ന് ആ പെണ്ണ് കാണാൻ നന്നായി. ആകെപ്പാടെ ആ പെണ്ണിനുള്ള എന്താ? പേരിന്റെ ഒടുവില് B.Ed എന്ന് 3 അക്ഷരം. ഇപ്പോഴത്തെ പെണ്ണ് അതുവല്ലോ ആണോ? 4 ഏക്കർ റബ്ബർ തോട്ടം, 60 മോഡൽ ബെൻസ് ലോറിയുടെ 3 ഓഹരികളുടെ ഒരു ഓഹരി, കൂടാതെ റേഷൻ കട പെണ്ണിന്റെ പേരിലും. ഏതായാലും കുറവലങ്ങാടുന്നൊരു പെണ്ണ്, അതായിരുന്നു കുര്യാക്കോസിന്റെ യോഗം. ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ കല്യാണം വേണ്ടാന്ന് പറഞ്ഞു നിക്കുകയായിരുന്നു. അമ്മച്ചിയുടെ നിർബന്ധം കൂടിയപ്പോ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രായം അതൊന്നും അവർക്ക് പ്രശ്നമേ അല്ല. നല്ല ഫലഭൂയിഷ്ടമായ ശരീരമാണ് കുര്യാക്കോസിന്റെതെന്ന പെണ്ണിന്റെ അപ്പന്റെ അഭിപ്രായം. അതിന് പെണ്ണിന്റെ അപ്പൻ എന്നെ കണ്ടിട്ടുണ്ടാ? എന്തിനാ കാണണേ? കുര്യാക്കോസ് എന്ന പേര് കേട്ടാ തന്നെ അറിയില്ലേ നല്ല ഫലഭൂയിഷ്ടമായ ശരീരമാണെന്ന്. ആ കയ്യൊന്ന് പൊക്കി. പിന്നെ ഒറ്റ നിർബന്ധമേ അവർക്കുള്ളൂ, കല്യാണം ഈ മാസം തന്നെ നടത്തണം. ഇത്രയല്ലേ ഉള്ളൂ. ഇന്ന് പെണ്ണ് കാണല്, നാളെയോ മറ്റന്നാളോ മനസ്സ് ചോദ്യം, ഈ ആഴ്ചയിലോ അടുത്ത ആഴ്ചയിലോ കല്യാണം. എന്താത്? ആരാത്? ഫോൺ വല്ലതും പറഞ്ഞോ? അട്ടിച്ചു തിന്നു. എന്നാ നമുക്ക് വേഗം പോയിട്ട് വരാം. ഞാൻ ഇറങ്ങാണ് അമ്മച്ചി. ഇതെന്താ ഇങ്ങനെ? നല്ല ശുഭ ലക്ഷണ. വേണ്ട, ഒരു ശുഭവും വേണ്ട, വേഗം പോവാ. അയ്യോ, അപ്പൊ അതിനോട് സംസാരിക്കണ്ടേ? വേണ്ടാതെ അങ്ങനെ അടിച്ചോട്ടെ, പാവം. അത് മോശമല്ലേ? നല്ലൊരു കാര്യത്തിൽ ഇറങ്ങുമ്പോ ആരെയും അവഗണിക്കാൻ പാടില്ല. ഇപ്പൊ നല്ലൊരു ശുഭവാർത്തയായിട്ടാണ് ആരെങ്കിലും വിളിക്കുന്നതെങ്കിലോ? ആണോ? പിന്നെ ഹലോ. എടോ, കുട്ടികളെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണം. ശിവരാമേട്ടൻ ടിക്കറ്റുമായിട്ട് എയർപോർട്ടിൽ കാത്തു നിൽക്കുന്നുണ്ട്. താൻ ഉടനെ പുറപ്പെട്ടിഞ്ഞ് വന്നാൽ വൈകുന്നേരം കുട്ടികളുമായിട്ട് തിരിച്ചു പോവാം. സമയം കളയണ്ട. ഞാനേ അത്യാവശ്യമായിട്ടൊരു ഇത് തന്നെയാണോ ഏറ്റവും വലിയ അത്യാവശ്യം? താൻ ഉടനെ പുറപ്പെടും. എന്താ? ശുഭവാർത്തയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ശുഭവാർത്തയാണെന്ന്. എന്താ വാർത്ത? കുറവലങ്ങാട്ട പെണ്ണ് കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. എന്താ ഈ ശുഭവാർത്ത കേട്ടിട്ട് നിങ്ങൾക്കാർക്കും ചിരി വരുന്നില്ലേ? വല്ല കല്യാണ മുടക്കളും ഉണ്ടാക്കിയ കഥയായിരിക്കും. അതെ, കല്യാണം മുടക്കി, അസല് കല്യാണം മുടക്കി. ഒരു ഊണ് കൂടി നഷ്ടം. കുട്ടികൾ ഉടനെ എത്തും. അവരെ ഞാൻ ഇന്ന് തന്നെ തിരിച്ചയക്കാൻ. കൊണ്ടുപോകാനായിട്ട് കുര്യാക്കോസ് വരും. അതുവരെ അവർ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, ആർക്കും ഫോൺ ചെയ്യാനും പാടില്ല. മനസ്സിലായല്ലോ? ഓ, ഞാൻ എന്താ ഇന്നലെ നിന്നോട് പറഞ്ഞത്? ഒക്കെ പറഞ്ഞതല്ലേ നല്ല മര്യാദയുടെ ഭാഷയില്. പിന്നെ എന്താ നിനക്ക്? പറ. ഞാനും ആ കുട്ടികളും നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ ഇങ്ങനെ? എന്താ ഈ നാടകത്തിന്റെ അർത്ഥം? ആരൊക്കെ നിന്റെ പിന്നില്? എത്രയും നിനക്ക് വേണ്ടത്? പറ. ഇല്ല, നിന്നെ ഞാൻ വിടില്ല. കണക്ക് തീർത്തിട്ടുള്ളൂ ബാക്കി കാര്യം. പറ. കുട്ടികൾ അറിഞ്ഞോട്ടെ, എല്ലാവരും അറിഞ്ഞോട്ടെ. നിന്നെ കൊണ്ട് സത്യം ഞാൻ പറയിപ്പിക്കും. ഞാനത് പറയട്ടെ. എനിക്ക് തെറ്റുപറ്റി, സത്യം ഇത്രത്തോളം ആവുമെന്ന് ഞാനും വിചാരിച്ചില്ല. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല, അറിയോ? ഒന്നുറങ്ങി വരുമ്പോ ആരെങ്കിലും ഒരാൾ മമ്മീന്ന് വിളിച്ചുണർത്തും. രണ്ടുപേരും എന്റെ ദേഹത്തോട് കൂടുതൽ ഒട്ടിയതല്ലാതെ അകന്ന് കിടന്നിട്ടേ ഇല്ല. രാവിലെ അവർ ഉണർന്നപ്പോ അവരുടെ മുഖത്ത് ചിരിയും സന്തോഷവും കണ്ടപ്പോ എനിക്കൊന്നും പറയാൻ തോന്നിയില്ല. പക്ഷെ ഇപ്പൊ പറയാം, ഈ നിമിഷം പറയാം. നിങ്ങളുടെ അമ്മയെ വീണ്ടെടുക്കാൻ ഒന്ന് ശ്രമിച്ചതാണ്, അത് നടന്നില്ല, നടക്കില്ലെന്ന് പറയാം. വാ, നിങ്ങളും വാ, നിങ്ങളുടെ മുമ്പിൽ വെച്ച് എന്നെ പറയാം. എന്നിട്ട് പൊയ്ക്കോന്നും പറഞ്ഞ് കാറിലോട്ട് വലിച്ചിട്ട് തരാം. പോകാൻ നേരത്ത് ഇങ്ങനൊരു അച്ഛന്റെ മക്കളായതിൽ അവരോട് സഹതാപം ഉണ്ടെന്നും പറയാം. പറയട്ടെ? ഒക്കെ പറയണം. നീ പറഞ്ഞ തീരൂ. അതിനു മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശിക്ഷ നീ അനുഭവിച്ചു. ഞാൻ വരുന്നു അനു, അകത്ത് പോയിരിക്കേ. അകത്ത് പോയിക്കോളൂ, ഞാൻ വരാം. സോറി, ഐ എം സോറി. ഞാൻ ചെയ്തത് തെറ്റാ, അതെനിക്ക് ഉറപ്പായി. പക്ഷെ തിരുത്താൻ എനിക്കാവില്ല. ഇനി ചെയ്യാവുന്നത് ഒന്നേ ഉള്ളൂ. ആ മമ്മി ഒന്ന് വിളിച്ചോണ്ട് വാ. നടക്കില്ല. ദയവ് ഇത് എന്നെ ഇതിൽ നിന്ന് രക്ഷിക്ക്. എങ്ങനെയെങ്കിലും
എങ്ങനെയെങ്കിലും അവരെ എനിക്കൊന്ന് പരിചയപ്പെടുത്തിത്ത. ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. പ്ലീസ്. സ്റ്റോപ്പ് ഇറ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം അവൾ എന്നെ മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരു ചിന്ത പോലും ബാക്കിയില്ല. കുട്ടികൾക്കും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഇപ്പൊ നീ അവർക്ക് കൊണ്ട് കൊടുത്തിരിക്കുന്നത് ഒരു അമ്മയുടെ സാമീപ്യമാണ്. അവരനുഭവിച്ച് സന്തോഷിക്കുന്നതും ആ സാമീപ്യമാണ്. അവിടെ നിന്ന് ഞാൻ എങ്ങനെയാ അവരെ പറിച്ചെടുത്തോണ്ട് പോരുക എന്ന് പറഞ്ഞതാ. ഞാൻ ഈ ബാംഗ്ലൂരിൽ വന്നത് വലിയൊരു ഉത്തരവാദിത്വമായിട്ടാണ്. അച്ഛനായിട്ടുണ്ടാക്കിയ ബിസിനസ് തകരാൻ തുടങ്ങിയാണ്. അതിനെ രക്ഷിക്കണം. എന്റെ മനസ്സും ശരീരമൊക്കെ ഇപ്പൊ അവിടെയാണ്. നേരമില്ല എനിക്കൊന്നിനും. അതിനിടയ്ക്കാണ് നീ ഈ പ്രശ്നം കൊണ്ടിട്ടിരിക്കുന്നത്. ഇതിപ്പോ എങ്ങനെ അഴിക്കുന്നേ? അതുകൂടെ ഒന്ന് പറഞ്ഞതാ. സത്യമൊക്കെ നീ ഇപ്പൊ അവരോട് തുറന്നു പറഞ്ഞാൽ കരഞ്ഞ് വിഷമിച്ച് അവർ എന്റെ അടുത്തേക്ക് വരും. പിന്നെ അവരെ സമാധാനിപ്പിക്കാൻ ഞാൻ സമയം കണ്ടെത്തണം. എന്തിനായിരുന്നു ഹേമ ഇതൊക്കെ? എന്ത് പ്രയോജനമാണ് നിനക്കിതുകൊണ്ടൊക്കെ? കുട്ടികളെ വേദനിപ്പിക്കാൻ എനിക്കാവില്ല. മറ്റാരെങ്കിലും അവരെ വേദനിപ്പിക്കുന്നത് ഞാൻ അനുവദിക്കുകയുമില്ല. കുട്ടികളുടെ അവധി തീരാൻ ഇനി 6 ദിവസമുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് പോകണം കുട്ടികളെ തിരികെ സ്കൂളിൽ വിടാൻ. അതുവരെ ഈ നാടകം നീ തുടരണം. പിന്നെ എപ്പോഴെങ്കിലും ഈ ചതിയുടെ കാര്യം ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. ഇത് ഞാൻ നിർബന്ധപൂർവ്വം നിന്നെ ഏൽപ്പിക്കുന്ന ഒരു ഉദ്യോഗമാണ്, ഒരു ശിക്ഷയാണ്. ഭവിഷ്യത്തുകളെ കുറിച്ച് ഞാൻ ഒന്നും ചിന്തിക്കുന്നില്ല. അത് വരുമ്പോ നോക്കാം. എനിക്കൊന്നും മനസ്സിലായില്ല. നിനക്കെല്ലാം മനസ്സിലായി. ശമ്പളമോ പ്രതിഫലമോ എത്ര വേണമെങ്കിലും ചോദിക്കാം. അതായത് 6 ദിവസത്തേക്ക് കുട്ടികളുടെ അമ്മയായി ഞാൻ അഭിനയിക്കണമെന്ന് സാരം. യു ആർ റൈറ്റ്. കുട്ടികളുടെ അമ്മയായ മാത്രം മതിയോ അതോ നിങ്ങളുടെ ഭാര്യയുമാവണം, കുട്ടികളുടെ മുമ്പിൽ മാത്രം. അല്ലാത്തപ്പോ എനിക്ക് നിന്നെ വേണ്ട ഒന്നിനും. അപ്പൊ നിങ്ങളിവിടെ വരും? ദിവസവും വരും, രാവിലെയും വൈകിട്ടും. ശരി, 6 ദിവസം, അതായത് 9-ാം തീയതി വരെ. Yes. ഓക്കെ, സമ്മതം. പക്ഷേ 2-3 ചിന്ന ചിന്ന കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. എന്താ അത്? 1, രാത്രി 8 മണി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇവിടെ നിൽക്കാൻ പാടില്ല. 2, എന്നെ ഒരിക്കലും പ്രലോഭിപ്പിക്കാൻ പാടില്ല. പ്രലോഭിപ്പിക്കാനോ? എന്തിന്? ഒന്നിനും. ഓഹോ, അതുണ്ടാവില്ല. അത്ര വലിയൊരു ഗതികൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നെക്സ്റ്റ്. എന്നെ കുറിച്ചൊന്നും ചോദിക്കാൻ പാടില്ല, അന്വേഷിക്കാൻ പാടില്ല. കുട്ടികളല്ലാതെ നിങ്ങളുടെ ആൾക്കാരൊന്നും എന്റെ അടുത്ത് വരാൻ പാടില്ല. 9-ാം തീയതി കഴിഞ്ഞാൽ ഞാൻ 9-ാം തീയതി കഴിഞ്ഞാൽ നീ കുട്ടികളെ കുറിച്ച് അന്വേഷിക്കാൻ പാടില്ല, വിളിക്കാൻ പാടില്ല. ഓക്കെ, കറക്റ്റ്. സമ്മതം. എനിക്കും സമ്മതം. എനിക്ക് വലിയ സമ്മതം. എനിക്ക് അതിലേറെ സമ്മതം. ഓക്കെ, ഞാൻ റെഡി. ഓക്കെ, ഞാനും റെഡി. സുധി. അനു. സുധി മോനെ. അനുമോളെ. ഹായ്. സത്യം പറഞ്ഞാൽ ഇപ്പോഴെല്ലാം ഒന്ന് ശരിയായത്. ഇന്നലെയൊക്കെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് കണ്ടെന്നേ ഉള്ളൂ. ഇന്നാ ശരിക്കും പിണക്കെല്ലാം തീർന്നത്. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. എല്ലാത്തിനും മുൻകൈ ഞാനെടുത്തു. എന്നാലും ഞാൻ തോറ്റു കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ തോറ്റു കൊടുത്തു. അങ്ങനെ തോറ്റ മമ്മിയും പിള്ളേരും കൂടെ ഇവിടെ കഴിയുന്നു. ഡാഡിയുടെ ജോലിയുമായി പുറത്തേക്ക് പോകും. അത് പറ്റില്ല. ഇന്ന് എവിടെയെങ്കിലും ഒന്ന് ചുറ്റാൻ കൊണ്ടുപോകണം. അയ്യോ, ചുറ്റാനോ? ഈ പാവൻ ഡാഡിയെ ചുറ്റിക്കല്ലേ മോനെ. ജോലിയുണ്ട്. മമ്മിയാണെ പാട്ട് പാടിത്തരും, ഡാൻസ് ആടിത്തരും, ഐസ്ക്രീം ഉണ്ടാക്കിത്തരും. കോംപ്രമൈസ്. എന്തിനൊരു കോംപ്രമൈസ്? അതുകൊണ്ട് ഡാഡിയെ ചുറ്റിക്കാതിരിക്കാൻ വേണ്ടി വെറും ഒരു 1/2 മണിക്കൂർ നേരത്തേക്ക് ഡാഡി നമ്മളെ ചുറ്റാൻ കൊണ്ടുപോകുന്നു. റെഡി? എന്നാ പോയി ഡ്രസ് മാറിക്കോളൂ. സോ സ്വീറ്റ്. ഒരു സാധാരണ നിലവാരത്തിലുള്ള അഭിനയമൊക്കെ മതി. അഭിനയിച്ചങ്ങ് അരങ്ങ് താർക്കണ്ട. അത് തന്നെ എനിക്കും പറയാനുള്ളത്. പിന്നെ നീ എന്തിനാ ചുറ്റാൻ കൊണ്ടുപോകുന്നു പറഞ്ഞത്? അയ്യ, അപ്പൊ ഞാൻ ഡാൻസ് ആടി കൊടുക്കണം, പാട്ട് പാടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞതോ? അതൊക്കെ അല്ലല്ലോ നീ ഇവിടെ ചെയ്യുന്നതല്ലേ. അത് എന്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യുന്നതാ. നിങ്ങളുടെ ഇഷ്ടത്തിന് തുള്ളാനൊന്നും എന്നെ കിട്ടില്ല. കുളവാക്കരുത്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഏതന്നെ? കുളം. കുളം ഞാൻ അന്നേ മൂടിയില്ലേ. അമ്മയ്ക്ക് ഭയങ്കര എതിർപ്പായിരുന്നു. അയ്യോ, കഷ്ടമായിപ്പോയി. ഞാൻ എത്ര മുങ്ങി കുളിച്ച കുളം. റെഡി? അപ്പൊ ഒരു 1/2 മണിക്കൂർ ചുറ്റാൻ പോകുന്നു. ഓക്കെ. എന്താടോ കുര്യാക്കോസ് എപ്പ എത്തി? താനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് പോന്നെ? എന്താന്ന്? താനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് പോന്നെ? രാവിലെ ഫോണിൽ വിളിച്ച് അത്യാവശ്യമായിട്ട് ബാംഗ്ലൂർക്ക് വരണമെന്ന് പറഞ്ഞാ പിന്നെ ഞാൻ എങ്ങടാ പോണ്ടത്? പഴവം കാണിക്കോ? ബാംഗ്ലൂർ വരണമെന്ന് പറഞ്ഞു. ബാംഗ്ലൂർ തന്നെ വന്നിരിക്കണേ. എന്തേ? ഓഹോ, ബാംഗ്ലൂർ എന്ന് പറഞ്ഞ കൃത്യം എന്താ ഇവിടെ തന്നെയാണ് തന്നോട് ആരാ പറഞ്ഞ? തനിക്ക് നേരെ ഓഫീസിലേക്ക് പോയ പറയായിരുന്നു. ഓഫീസിൽ പോയപ്പോഴാ അറിഞ്ഞത് ബാംഗ്ലൂർ ഇപ്പൊ അവിടെയല്ല, ബാംഗ്ലൂർ ഇപ്പൊ ദേ ഇവിടെ ഇങ്ങനെയൊക്കെയാണെന്ന്. ഡാനിയിലെ കുട്ടീനെ അഡ്രസ് തന്നത്. ഈ ഡാനിയിൽ കുട്ടിയുടെ ഒരു കാര്യം.
വിജയേട്ടാ ആകെപ്പാട് അരമണിക്കൂറല്ലേ ഉള്ളൂ. ആ അത് ശരിയാ, വരൂ. കുര്യാക്കോസേ, ആ താനും കയറിക്കോ, വഴിയിലെങ്ങനെ വിടാം. ഏയ്. മോനെ തുറക്കടാ എന്റെ സീറ്റാ. ഇത് എന്താണോ കാണിക്കുന്നത്? അപ്പൊ പിന്നെ ഞാൻ എവിടെ കയറുക? പുറകെ കയറ്. ആ, ഇത് എന്റെ സീറ്റാ. ആ, നിന്റെ സീറ്റ് ഞാൻ പിന്നെ തരാം, നീ ഇരിക്കും. വിജയേട്ടന്റെ തിരക്കിന് ഒരു കുറവുമില്ല. കല്യാണം കഴിഞ്ഞ് നമ്മൾ ആദ്യം ബാംഗ്ലൂരിൽ വരുമ്പോഴും ഇതേ തിരക്കായിരുന്നു. മമ്മി, മമ്മിയാ? ഏത് മമ്മി? എവിടത്തെ മമ്മി? ഞങ്ങളുടെ മമ്മി. ഞങ്ങളുടെ ഉണ്ണയും. കാലത്ത് വീട്ടിലേക്കൊന്ന് വിളിക്കണമെന്ന് വിചാരിച്ചിട്ട് മറന്നു. അമ്മ എന്ത് കരുതുവോ? അതെ, ഒന്ന് നിർത്തേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒന്നും നിർത്താൻ. പിള്ളേരെ കളിപ്പിച്ച് ഇപ്പൊ ആരെയും കളിപ്പിക്കാന്നുള്ള വിചാരം ഉണ്ടെങ്കിലേ ആ വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചേക്ക്. എനിക്ക് മേലും കീഴും നോക്കാനില്ല. വേണ്ടി വന്ന സർവ്വതും ഞാനിപ്പോ പൊളിക്കും. താൻ എന്താടോ ഈ പറയുന്നേ? തനിക്ക് എന്ത് പറ്റി? വേണ്ട, കണ്ണിറുക്കി കളിപ്പിക്കാൻ നോക്കണ്ട, ഞാൻ പൊളിക്കും. അല്ലെങ്കിലും അന്ന് തന്നെ കുര്യാക്കോസ് പൊളിച്ചല്ലോ. എന്നാ കുട്ടികളുടെ അവധി തീർന്നു വന്ന ദിവസം കുര്യാക്കോസ് എന്നെ കാണാൻ ബാംഗ്ലൂരിൽ വന്നില്ലേ? ഒരുപാട് നേരം ഇരുന്ന് സംസാരിച്ചിട്ടും കുട്ടികൾ പട്ടിണി കിടന്ന കാര്യം എന്നോട് പറഞ്ഞോ? കുട്ടികളുടെ കാര്യം ആരോട് പറഞ്ഞു? ദേ വേണ്ട, വെള്ളത്തിൽ ആണി അടിക്കണ്ട, അത് കേറൂല. ശ്ശോ, ഇതെന്തോ കുഴപ്പം തന്നെയാണല്ലോ വിജയേട്ടാ. വേണ്ട, എന്റെ മുമ്പിൽ കിടന്ന് കബഡി കളിക്കണ്ട, ഡ്രില്ലും കളിക്കണ്ട. സാരല്ല ഹേമേ, ഇതെന്തോ കാലാവസ്ഥയുടെ. പെട്ടെന്ന് ഫ്ലൈറ്റ് വന്നതല്ലേ. കാലാവസ്ഥ മാറുമ്പോ ചിലർക്ക് ഇങ്ങനെ ഒരു വിഭ്രമം ഉണ്ടാവും. സുധി, അനു, നിങ്ങൾ ഇങ്ങോട്ട് പോരെ. താൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ, തന്നോട് കാര്യം പറട്ടെ. ഇറങ്ങാൻ തന്നെ തീരുമാനം. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിച്ചിട്ട് മതി ഇനി യാത്ര. അതെ, ഹലോ. ഓഹോ, ഉറപ്പിട്ടോ? എത്ര നേരം ഉണ്ടാവും? 2 മണിക്കൂറോ? അപ്പൊ ഇങ്ങോട്ട് എത്താറായല്ലോ. ആ, നോക്കിക്കോളാം. ആ, എന്താ ശിവരാമ? ഡാനിയലൂട്ടിയാ, കുര്യാക്കോസ് അവിടുന്ന് പുറപ്പെട്ടുണ്ട്. ഇപ്പോഴും ഇങ്ങോട്ട് എത്തും. ആള് പരസ്പര ബന്ധമില്ലാതെ ചിലതൊക്കെ പറയും. അത് നമ്മളത്ര കാര്യാക്കണ്ട. അതൊന്നും കൂടി ഉറപ്പിച്ച് പറയാനാ വീണ്ടും വിളിച്ചേ. പാവം, എന്താ പറ്റിയെന്ന് എങ്ങനെ അറിയാ? അത് ഈ തുടരെയുള്ള യാത്രയും ബഹളമൊക്കെ അല്ലേ. സാരല്ലേ, നമുക്ക് നോക്കാം. ഒരു ഓട്ടോറിക്ഷ വന്നിട്ടുണ്ടല്ലോ. എവിടേക്ക് ഞാൻ ഇങ്ങോട്ട് പോണേ? കാശാ സാറേ, തരാടോ. നാ. എന്താ? കുര്യച്ചന് എന്നെ മനസ്സിലായോ? ഇല്ല. ഇത് നമ്മുടെ ശിവരാമൻ നായരാ കുര്യച്ച? ഞാൻ വിചാരിച്ചു തന്റെ അച്ഛൻ പത്മനാഭൻ നായരാണെന്ന്. ഇത് കുഴപ്പാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ ഈ ബാംഗ്ലൂർ പോക്ക് സർവത്ര കുഴപ്പമാണ്. എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് അറിഞ്ഞു കുര്യച്ച. എങ്ങനെ അറിഞ്ഞു? ബാംഗ്ലൂരിൽ നിന്ന് ഫോൺ ഉണ്ടായിരുന്നു. അപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു? അറിഞ്ഞു, അതുകൊണ്ടല്ലേ ചോദിക്കണേ. കുര്യച്ചിന് ഇപ്പൊ എന്താ വേണ്ടേ? സമാധാനമായിട്ട് കാര്യം പറ. പരസ്പര ബന്ധമുണ്ടോ നോക്കട്ടെ. താൻ എന്തിനാ എപ്പോഴും എന്റെ കൈമ കയറി പിടിക്കണേന്ന്? കുര്യച്ചിന് കിടക്കണോ? പറ. എന്തോ പ്രശ്നമുണ്ട് ശിവരാമ. ഉണ്ട്, അത് പറയാനല്ലേ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്. പ്രശ്നം ഉണ്ടായതല്ല, ഉണ്ടാക്കിയതാ. ഒരു പെണ്ണ് കയറി അങ്ങോട്ട് വിലസല്ലേ. ഈ പറയുന്നതിലൊന്നും പരസ്പര ബന്ധമില്ല. പരസ്പര ബന്ധം ഉണ്ടോ? ശരിക്കുണ്ട്, ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാ. അവരുടെ പരസ്പര ബന്ധം കണ്ട് ഒരുമാതിരി കലി കയറിയിട്ടാ ഞാൻ ഇത്ര തിടുക്കത്തിൽ ഇങ്ങോട്ട് വന്നത്. സംഗതി സർവത്ര വഷളാ. ശിവരാമ, ഇപ്പൊ എന്താ ചെയ്യാ? പിടിച്ചു കെട്ടിക്കുക, അല്ലാണ്ട് എന്താ? ഓ, അതാ അതിന്റെ ശരി. നേരത്തും കാലത്തും പെണ്ണ് കെട്ടാത്തതിന് തകരാറാണേ. സാരല്ല. എടോ ഭാസ്കര, കൊച്ചാപ്പി, വാസു, കയ്യോടെ പിടിക്കാൻ, നല്ല തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കാൻ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു കാര്യം പറയണ്ട, അങ്ങോട്ട് നടക്കുക. ഞാനല്ലേ പറഞ്ഞത്, ശിവരാമേട്ടനെ വിളിക്കണേ. സുമതി, വെള്ളം, വെള്ളം. മിസ്റ്റർ രാജു, ദിസ് ഈസ് ദ ബീം ഇൻ ക്വസ്റ്റ്യൻ. ഗുഡ് മോർണിംഗ്. എന്താ? കുട്ടികൾ ഒറ്റ നിർബന്ധം, ഉടനെ ഡാഡിയും കൂട്ടി വീട്ടിലേക്ക് വരണം. അവിടെ എന്തോ സർപ്രൈസ് ഉണ്ടെന്ന്. എന്ത് സർപ്രൈസ്? അത് പറഞ്ഞില്ല. അത് സീക്രട്ടാ, പറയാൻ പറ്റില്ല. ആരാ? ആളെ മനസ്സിലായില്ല. അത് എന്റെ ഒരു വൈഫാ. എന്താ വേണ്ടത്? ഉടനെ വീട്ടിലേക്ക് വരണം. കുട്ടികളുടെ നിർബന്ധ. എനിക്കിവിടെ ജോലിയുള്ളതല്ലേ. ഞാൻ പറഞ്ഞു നോക്കി, ഇവര് കേക്കണ്ടേ? നിങ്ങൾ അതൊക്കെ ഒന്ന് മെഷർ ചെയ്ത് വെക്കാം, ഉടനെ വരാം.
നടന്നു. നിക്ക് നിക്ക് നിക്ക്, അകത്തോട്ട് കയറണ്ട. സർപ്രൈസ് ഞങ്ങൾ ഇപ്പൊ കാണിച്ചു തരാം. 1 2 3 4. ഞാനാണ് പറഞ്ഞു കൊടുത്തത് കുട്ടികളോട്, എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങൾ നിങ്ങളുടെ മമ്മിയെ കണ്ടുപിടിക്കണം, ഡാഡിയുമായി ചേർക്കണം, എന്നാലേ നിങ്ങൾ നല്ല കുട്ടികളാവൂ എന്നൊക്കെ ഞാൻ തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. അല്ലേ മെറ്റി? അതെ, ഡാഡിയും മമ്മി ഒന്നിച്ചു എന്നും പറഞ്ഞ് ഇന്നലെ കുട്ടികളുടെ ഫോൺ വന്നപ്പോ മാത്രം സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യായിരുന്നു. ആ സന്തോഷത്തിന്റെ ഒരു ചോക്ലേറ്റ് കഴിക്കൂ മിസ്സസ് വിജയഭാസ്കർ. താങ്ക് യു മദർ. മദറിന്റെ പ്രാർത്ഥന എന്നെ രക്ഷിച്ചു. നിങ്ങളെ മാത്രമല്ല മിസ്റ്റർ വിജയഭാസ്കറിനെയും രക്ഷിച്ചു. അതുകൊണ്ട് ഒരു ചോക്ലേറ്റ് നിങ്ങളും കഴിക്കൂ മിസ്റ്റർ വിജയഭാസ്കർ. അന്ന് വിജയഭാസ്കർ പറഞ്ഞില്ലേ നിങ്ങളുടെ വിവാഹം നരകത്തിലാണ് നടന്നതെന്ന്? തെറ്റ്, അത് സ്വർഗത്തിൽ തന്നെയാണ് നടന്നത്. നെറ്റി, അനുമോൾ ആരെപ്പോലെയാന്ന് പറയൂ? ഈ മമ്മിയെ പറിച്ചു വെച്ച പോലെ. സുധിയോ? ഈ മമ്മിയുടെ ഭർത്താവിനെ പറിച്ചു വെച്ച പോലെ. Correct. ദൈവം ചേർത്ത നിങ്ങളെ ഇനി ആർക്കും പിരിക്കാനാവില്ല. രണ്ടുപേരും ആ കൈകൾ ഇങ്ങോട്ട് കൊടുക്കൂ. ബന്ധം സുദൃഢമാക്കി എനിക്കൊന്ന് ആശീർവദിക്കണം. ആ കൈഞ്ഞു കൊടുക്കൂ. മദറിന് ആശീർവദിച്ചാൽ മതി, അതിന്റെ കയ്യും കാലും ഒക്കെ. ഒന്ന് കൊടുക്കൂ മിസ്റ്റർ വിജയഭാസ്കർ. Yes. Now we'll go inside, sweetie. Come. Today is a happy day. കടന്നു വരുമ്പോഴേ ഒരു സ്നാപ്പ് എടുക്കാന്ന് വിചാരിച്ചതാ. I forgot to tell you something. ഞങ്ങൾ ബാംഗ്ലൂരിൽ എത്തിയ ഉടനെ ഏർപ്പാട് ചെയ്തതാ. ഈ ദിവസത്തിന്റെ സന്തോഷം രേഖപ്പെടുത്താൻ 4-5 ഫോട്ടോസ് എടുക്കണമെന്ന്. Bye. You are ready? Come, Mr. വിജയഭാസ്കർ. റെഡി? ഇനി മെറ്റി മാറിക്കോളൂ. അവരുടെ ഫാമിലി ഫോട്ടോ ഒന്ന് എടുക്കട്ടെ. വേണ്ട മദർ. അയ്യോ, അത് ഒട്ടും വേണ്ട, ഒരു കാരണവശാലും വേണ്ട. എന്താ മിസ്റ്റർ വിജയഭാസ്കർ, കൊച്ചു സൗന്ദര്യ പിണക്കങ്ങളാണ് വലിയ വലിയ വഴക്കുകളിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. നിക്ക്. Good. എല്ലാവരും ചേർന്ന് നിന്നിട്ട് ഒന്ന് സ്മൈൽ. സ്മൈൽ ഡാഡി. ഇതാണോ ചിരി? സ്മൈലും അറിയില്ലേ? ഓക്കെ താങ്ക് യു. മെറ്റി, നമുക്കിനി കുട്ടികളുടെ ഫോട്ടോ ഗാർഡനിൽ പോയി എടുക്കാം. വരൂ. വാ മോനെ. ബൈ, പ്ലീസ് കം. യെസ്, കമ്മിങ്. എന്താ നിങ്ങൾ കുട്ടികളും അല്ലാതെ മറ്റാരും ഇവിടെ വരാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ? എന്നിട്ട് ഇപ്പോഴോ? ഇന്നലെ എവിടുന്നോ വന്നിരിക്കുന്നു ചങ്ങലയും പൊട്ടിച്ചോണ്ടൊരു കുര്യാക്കോസ്. ഇപ്പൊ വന്നിരിക്കുന്നു ഒരു ഗവൺമെന്റ് കന്യാസ്ത്രീകള്. കുട്ടികളുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ നിന്ന് അവർ വന്നു, നേരാ, സമ്മതിച്ചു. അതിനിപ്പോ ഞാൻ എന്താ വേണ്ടേ? എനിക്കിനി ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങൾ കന്യാസ്ത്രീകൾ ഇപ്പൊ ഇവിടെ ഇറങ്ങണം. ഞാൻ ഇറങ്ങിക്കോളാം. കന്യാസ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവരും സ്ത്രീകളാണ്, പുരുഷന്മാരല്ല. അവരോട് കുറച്ചു നേരം നിൽക്കുന്നുണ്ടെന്നാ കുഴപ്പം? അവരെ നമുക്ക് തന്ത്രപൂർവ്വം ഇറക്കി വിടാം. നിങ്ങളുടെ തന്ത്രോ മന്ത്രോ ഒന്നും എനിക്ക് കേൾക്കണ്ട. നിങ്ങൾ ഇപ്പൊ ഇവിടെ ഇറങ്ങുന്നില്ലയോ? നീ ആരോടാ ഇത്ര ദേഷ്യപ്പെടുന്നു? എന്റെ കാര്യം തോന്നുന്നു. മദർ, പിന്നെ തെറ്റി. അവര് തമ്മിലൂടെ പൊരിഞ്ഞ വഴക്ക്. ഒന്ന് വേഗം ചെന്നേ. ഓ മൈ ഗോഡ്. ഇവിടെ എനിക്കിനി ഒന്നും കേൾക്കണ്ട. നമ്മുടെ തമ്മിലുള്ള കണ്ടീഷൻസും ബന്ധങ്ങളും എല്ലാം ഇതോടെ തീരും. ഇനി നിങ്ങൾ ഇവിടെ കാണരുത്. നിന്റെ പറച്ചിൽ കേട്ടാ നിന്റെ കൂടെ ഇവിടെ കഴിയണമെന്ന് എനിക്കെന്തോ നിർബന്ധമുള്ള പോലെയാണല്ലോ. വേണ്ട, നിർത്തിയേക്കാം. ഇപ്പൊ കുട്ടികളെ കൊണ്ട് ഞാൻ ഇവിടെ ഇറങ്ങുന്നു. ഈ നിമിഷം. പാടില്ല, പോകാൻ പാടില്ല മിസ്റ്റർ വിജയഭാസ്കർ. ഒരു കാരണവശാലും നിങ്ങൾ ഈ വീട് വിട്ടു പോകാൻ പാടില്ല. ആ കുട്ടികളെ പറ്റി ഒന്ന് ഓർത്തു നോക്കൂ. നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുകൊള്ളാൻ അങ്ങ് ഊട്ടിയിൽ നിന്ന് വന്ന എന്നെയും മിസ് മെറ്റലിനെയും പറ്റി ഒന്ന് ഓർത്തു നോക്കൂ. ദൈവനാമത്തിൽ ഞാൻ പറയാണ്, നിങ്ങൾ വഴക്കിട്ട് പിരിയാൻ ഞാൻ സമ്മതിക്കില്ല. ഈ മുറിയിൽ ഇന്ന് മുഴുവൻ നിങ്ങൾ ഒരുമിച്ച് കഴിയണം. കഴിഞ്ഞേ പറ്റൂ. വരൂ മെറ്റിൽഡ, നമുക്ക് ഈ വാതിൽ ചാരാം. മെറ്റി കുട്ടികളുടെ അടുത്തേക്ക് വെച്ചോളൂ. ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ മദർ. നിങ്ങൾ ഈ കാണിക്കുന്ന ഒട്ടും ശരിയല്ല. ഞാൻ എന്ത് ചെയ്തെന്നാ? അവിവാഹിതയായ ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന ഈ മുറിയിൽ നിങ്ങൾ ഇങ്ങനെ നിൽക്കാൻ പാടില്ല. ഞാനിപ്പോ അങ്ങോട്ട് ഇറങ്ങി ചെന്നാ അവര് വിടില്ല. അതെന്റെ കുഴപ്പമാണോ? എന്റെ കുഴപ്പമാണോ? ഇപ്പൊ സമയം എത്രയായി? 8 കഴിഞ്ഞു. നിങ്ങൾ ഉടമ്പടി തെറ്റിച്ചു. ഇനി ഒരു മിനിറ്റ് പോലും നിങ്ങൾ ഇവിടെ ഇരിക്കാൻ പാടില്ല.
ശരി. മിസ്റ്റർ വിജയഭാസ്കർ, നിങ്ങൾ വീണ്ടും പിണങ്ങി പോകുകയാണോ? ഞാൻ നിങ്ങൾ വിടില്ല. ഈ രാത്രി മുഴുവൻ നിങ്ങൾ ഇവിടെ കഴിയണം. പിണക്കം തീർത്തിട്ടേ ഞാൻ വിടും. പിണക്കം തീർന്നു മദർ. മദറിന്റെ പ്രാർത്ഥന തുടങ്ങിയപ്പോഴേ ഞങ്ങളിലൊരു ദിവ്യമായ ശാന്തി അങ്ങ് നിറഞ്ഞു. അത് പറയാൻ വന്നതാ. അതെയോ? അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി മുഴുവൻ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. മദർ, ഈ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹത്തിന്റെ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഓർത്തു പോകുന്നത് ആ കുന്തിയെ പറ്റിയാണ്. ആരെ പറ്റി? കുന്തി, പുരാണത്തിലെ കുന്തി. സൂര്യദേവന് ഭർത്താവായി സ്വീകരിച്ച കുന്തി, പിന്നെ പല ദേവന്മാരെയും ഭർത്താവായി സ്വീകരിച്ച കുന്തി, ഒടുവിൽ സ്ത്രീകളെ സ്പർശിച്ചാൽ തല പൊട്ടിത്തെറിക്കുമെന്ന് ശാപം കിട്ടിയ പാണ്ഡുവിനോടൊരുമിച്ച് ഒരേ കട്ടിലിൽ. ഉറങ്ങിയോ? അല്ല, കുട്ടികൾ ഉറങ്ങിയോ? മെറ്റിൽഡ, മെറ്റിൽഡ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇതായിരുന്നോ? ഇത് രാത്രി എനിക്ക് ഇവിടെ കൂട്ടിടക്കാൻ വരുന്ന കുഞ്ഞപ്പൻ ചേട്ടൻ ഭാര്യയല്ലേ? ഇതിനാണോ നിങ്ങൾ? അതിനാണോ മെറ്റി പേടിച്ചത്? അയ്യോ, പേടിച്ചതല്ല, ഒരു പേടി പോലെ ഒരു